ഈ വീഡിയോ തികച്ചും സാങ്കല്പികമാണ്. ഈ വീഡിയോയിൽ വരുന്ന ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ സാങ്കല്പികമാണ്. അതുകൊണ്ട് തന്നെ ഹെഡ്ഫോൺ വയ്ക്കുക, ഇൻ്റർനെറ്റ് ഓൺ ആക്കുക, ഈ വീഡിയോ എൻജോയ് ചെയ്യുക. നന്ദി. ക്യാമറ സ്റ്റാർട്ട് ആക്കുക, ആ ലൈറ്റ്സ് നോക്കുക, വരുന്നാളെ പെർഫെക്ഷൻ ആൾക്കെല്ലാം പെർഫെക്റ്റ് ആവണം. നമസ്കാരം എല്ലാ മാന്യമല്ലാത്ത പ്രേക്ഷകർക്കും കാക്കാപ്പൂച്ച മീഡിയയുടെ ശതകോടി പ്രണാമം. ഞാൻ ആരുടെയും സ്വന്തമല്ലാത്ത അനാഥൻ റിപ്പോർട്ടർ അമിത് അറോറ. ഞാൻ എന്നെ കുറച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. കട്ടജലം പൊട്ടിക്കില്ല അഥവാ ഐസ് ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആരാണെന്നില്ലേ, ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്നൊന്നും പറയില്ല, അതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. നമുക്ക് നേരെ ഗസ്റ്റിലേക്ക് കിടക്കാം. അമിത്, താങ്കൾക്ക് എൻ്റെ വക ഒരു കൂട്ടല്ലാത്ത മോർണിംഗ് അറിയിക്കുന്നു. ആദ്യത്തെ ചോദ്യം, താങ്കൾ മൂവി എക്സ്പ്ലെയിനർ അമിത് പോലുള്ള മൂവി എക്സ്പ്ലെയിനർമാരെ എങ്ങനെ കാണുന്നു? പുച്ഛം. ഞാനൊരു ഞെട്ടലോടെയാണ് അവരെയൊക്കെ കാണുന്നത്. എന്താ ഞാൻ ഒരു വർഷം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പടം അവന്മാർ ഒരു മണിക്കൂർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ മൂവി എക്സ്പ്ലെയിനർ അമിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. യോ ഓക്കെ, വളരെ നല്ലൊരു ഇതായിരുന്നു അത് എന്ന് മണ്ണാങ്കട്ടയുടെ അതെന്നാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളാം. അടുത്ത ചോദ്യം, റിവ്യൂവേഴ്സ് സിനിമകളെ നശിപ്പിക്കുന്നുണ്ടോ? ചുരുക്കി ഉത്തരം പറയുക. കുറെ എണ്ണം ഉണ്ട്. അമ്മാരുടെ വിചാരം സിനിമ നല്ലതാണ് ചീത്തയാണോ തീരുമാനിക്കുക അവനാണെന്നാണ്. അത് കണ്ടിട്ട് സിനിമയ്ക്ക് പോകാൻ കുറെ എണ്ണം. ആത്മജ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാജഡി പറയാമോ? എൻ്റെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കൊമേഴ്ഷ്യൽ സിറ്റിയിൽ 2 കിലോ രസവളം അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾ നേത്രാവതി എക്സ്പ്രസ്സിൽ കയറി ബാംഗ്ലൂർ പോയി. പിന്നെ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. അത് തിരിച്ചു വന്നിട്ടില്ല. ഇടപെടാണോ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? നീ എൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, താങ്കൾ ഇമോഷണലെ ഇനി ചിരിപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം. താങ്കൾ കാർട്ടൂൺ കാണുമോ? യെസ്, ചോട്ടാ ഭീം ഞാൻ കാണും. എന്താണോ കാർട്ടൂൺസ് മനുഷ്യരെ ശാന്തരാക്കും. താങ്കൾ എത്രത്തോളം പണക്കാരനാണ്? ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ റോൾസ് റോയ്സ് വാങ്ങിയതാണ്. എന്ത്? എനിക്കൊരു കാള വണ്ടി ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ പേര് റോൾസ്, മറ്റേ പേര് റോയ്സ്, അങ്ങനെ റോൾസ് റോയ്സ്. ഇനി ഞങ്ങളുടെ വക ഒരു ചില്ലി ഈറ്റിംഗ് ചാലഞ്ച്. ഓഫ് കോഴ്സ്. ഇനി എൻ്റെ ഡയറ്റിനെ കുറിച്ച് പറയാം. ഞാൻ 9 വർഷം കഴിച്ചിട്ടില്ല. താങ്കളുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? ദോശ. നോർമൽ ദോശയാണ് ഇഷ്ടം, മസാല ദോശയാണ് ഇഷ്ടം, പൊടി ദോശയാണ് ഇഷ്ടം, പൊടി ഇല്ലാത്ത ദോശയാണ് ഇഷ്ടം, ദോശയുള്ളവരുടെ സാമ്പാറാണ് ഇഷ്ടം, അത് ചമ്മന്തിയാണ് ഇഷ്ടം? ഓക്കെ, താങ്കൾ ചമ്മന്തി എന്നാണ് പറഞ്ഞത്. തേങ്ങ ചമ്മന്തിയാണ് ഇഷ്ടം, ഉള്ളി ചമ്മന്തിയാണ് ഇഷ്ടം? മാങ്ങാ തൊലി. ഒന്ന് പോടെ അവൻ്റെ അമ്മൂമ്മേടെ ഇന്റർവ്യൂ. കളിക്കടാ, ഡാൻസ് കളിക്കോ. എനിക്ക് ശക്തി ധൂമചാലി ആരുപൊടി ടിക്ടോക്ക് അടി. സാറേ സാറേ, ഞാൻ ഒരിക്കലും കാർട്ടൂണെ കുറ്റം പറയില്ല. Hi guys, thank you so much for watching. If you like the video, make sure to like, share and subscribe. പുതിയ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. Bye guys.